मुझे एक चाय चाहिए। ഹലോ നമസ്കാരം, വെൽക്കം ടു കട്ടാം ക്രാഫ്റ്റ്സ്. ഇത് നമുക്ക് ചേനാവ് ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ കാണാം. അതുപോലെ തന്നെ നദിയുടെ ഇരുവശവും കണക്റ്റ് ചെയ്യുന്ന ഭാഗവും കാണാം. പിന്നെ നമുക്ക് ചേനാവിൻ്റെ താഴത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പഴയ അമ്പലമുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. രണ്ട് മലകൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. താഴെ ചേനാബ് റിവർ നിശബ്ദമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇത് വ്യൂ പോയിൻ്റ് അല്ല, ഇതിവിടെ പെർമിഷൻ ഇല്ല. വ്യൂ പോയിൻ്റ് ഇച്ചിരി കുറച്ച് മാറിയിട്ട് ഒരു ഉയർന്ന പ്രദേശത്താണ് വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ കയറി വരുന്ന ഭാഗമാണ് റെസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചേനാബിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഉദ്ഘാടനം ചെയ്തവരുടെയൊക്കെ പേര് ഫലകങ്ങളിൽ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ ഒരു അമ്പലമുണ്ട്. റെസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ തന്നെ ഒരു അമ്പലമാണ്. അത് പഴയ ഒരു കാളി മന്ദിരാണ്. ഫുള്ള് കുരങ്ങന്മാരാണ്. ഒരു കുരങ്ങനാണ് എനിക്ക് തോന്നുന്നു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ചെറിപ്പാഞ്ഞു വന്നു. പിന്നെ എനിക്ക് കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു. ശരി, ആ അമ്പലത്തിനുള്ളിലൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. വിളക്ക് പോലെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വന്നു കത്തിച്ച് വെച്ചിട്ട് പോയതായിരിക്കാം. കാളി മന്ദിറാണ്. ചേനാവ് മന്ദിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. हाँ, यहाँ से ठीक है. അവിടെ നിന്നുകൊണ്ടുള്ള ചേനാബ് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ്. മുകളിൽ നിന്നുകൊണ്ടുള്ളതാണ്. ശരിക്കും ഒരേ തുല്യ ഉയരത്തിലാണ് നിൽക്കുന്നത്. അമ്പലവും ഈ ചേനാബ് ബ്രിഡ്ജും ഒരേ ഉയരത്തിലാണ്. കണ്ടില്ലേ, ഒരു കുരങ്ങനെ കണ്ടു. ഈ കുരങ്ങനെ എപ്പോഴും അമ്പലത്തിനുണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. वो उतर जाएंगे फिर हाँ चनाब तक दिखाएंगे. പിന്നെ സൈഡിൽ കുറേ പണ്ടത്തെ കല്ലുകളിൽ കൊത്തിവെച്ച രൂപങ്ങളുണ്ട്. പല രൂപങ്ങളായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. പുരാന പറഞ്ഞല്ലോ. ചെരുപ്പ് വരണ്ടേ? അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് 11:30 വന്ദേ ഭാരത് പോകുന്നത് കണ്ടത്. അതൊരു യാദൃശ്യമായിട്ടായിരുന്നു. അപ്പം നല്ലൊരു ഹാപ്പി ആയിപ്പോയി. ഇത് ഞങ്ങൾ രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ടുള്ള ചേനാപാലത്തിൻ്റെ വ്യൂ ആണ്. ഫുൾ ലൈറ്റാണ് താഴെ വരെ കൊടുത്തേക്കുന്നത്.
കുരങ്ങച്ചന്മാർ. ഇത് ഗസ്റ്റ് ഹൗസിൻ്റെ ബാൽക്കണി നിന്നിട്ടുള്ള വ്യൂ ആണ്. താഴെയെല്ലാം ഈ ഒരു മരം ഫുള്ള് കുരങ്ങന്മാരാണ് ഇരിക്കുന്നത്. പക്ഷേ വലിയ ശല്യമൊന്നുമില്ല. പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് അഗ്രസീവായി. ബാക്ക് വശത്തെ വ്യൂ പോയിൻ്റാണ്, റെസ്റ്റ് ഹൗസിൻ്റെ ബാക്ക് വശത്തെ വ്യൂ പോയിൻ്റ്. രാവിലത്തെ മൂടൽമഞ്ഞൊക്കെ മൂടി ഇങ്ങനെ പ്രകൃതി നല്ല നനഞ്ഞ് കുളിച്ച് കിടക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നുകൊണ്ടുള്ള ചെനാബിൻ്റെ വ്യൂസാണ് ഈ കാണുന്നത്. വാവ്, എന്ത് രസമായിരുന്നറിയാമോ ആ ഒരു രാവിലത്തെ കാഴ്ച കാണാൻ. ശരിക്കും ആകാശവും മഞ്ഞും മേഘവും എല്ലാവരും കൂടിക്കലർന്ന് ആ പാറയ്ക്കിടയിൽ കൂടി ആ ബ്രിഡ്ജൊന്ന് കാണുന്നത് ഭയങ്കര രസമാണ്. താഴെ സൈലൻ്റായിട്ട് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് വളഞ്ഞു പൊഴിഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കര ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ തന്നെ. ആവശ്യമില്ലാത്ത കാണിക്കരുത് കേട്ടോ. ഇതാണ് റെസ്റ്റ് ഹൗസിൻ്റെ ഉൾഭാഗം. ഡൈനിങ് ഹാളാണ്. ലഞ്ചും ഇതുമൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടാവുന്നതേ ഉള്ളൂ. രാവിലെ കുറച്ച് കോഫി കിട്ടിയിരുന്നു. വേറെ അധികം ഒന്നുമില്ല. കോഫി കിട്ടും, ചായ കിട്ടും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ? ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യണം. ഇത് നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇടുന്നത്. കളിക്കാം. ഇത് ബാൽക്കണിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂസാണിത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ഒരു ഡാമിൻ്റെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബൈ, സീ യു.